നമസ്കാരം. ടേസ്റ്റ് ഓഫ് കേരള അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൽ ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ ഡയസിസിൻ്റെ രജത ജൂബിലി കൺവെൻഷൻ്റെ വിശേഷങ്ങളാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം 3000-ലധികം ആളുകൾ പങ്കെടുത്ത കൺവെൻഷൻ സീറോ മലബാർ സഭാവിശ്വാസികളുടെ വലിയൊരു ഒത്തുചേരലിന് സാക്ഷ്യം വഹിച്ചു. വിവിധ ഇടവകകൾ ചേർന്ന് ഒരുക്കിയ ഘോഷയാത്ര ഏറെ വർണ്ണാഭമായി. നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും ചിക്കാഗോ രൂപതയോടും അഭിയന്യ പിതാക്കന്മാരോടും വൈദികരോടും സന്യസ്തരോടും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളോടും ഉണ്ടാകുമാറാകട്ടെ. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ പ്രൊസഷനിൽ നമ്മളോടൊപ്പം പങ്കുചേരുകയും നമ്മളെ ആശീർവദിക്കുകയും ചെയ്ത എല്ലാ പിതാക്കന്മാർക്കും പ്രൊസഷൻ കമ്മിറ്റിയുടെയും സീറോ മലബാർ കത്തീഡ്രലിന്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.
അമേരിക്കയിലെ പ്രസിദ്ധമായ ഷിക്കാഗോ മക്കോർമിക് പ്ലേസ് കൺവെൻഷൻ സെന്ററിൽ 4 ദിവസങ്ങളിലായി അരങ്ങേറിയ കൺവെൻഷൻ ആത്മീയ സാംസ്കാരിക പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള പിതാക്കന്മാരെ, വൈദികരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മളുടെ ഈ കൺവെൻഷൻ വളരെ ആസ്വാദ്യകരമായിട്ട് ഓരോ ദിവസവും കഴിയുന്തോറും മെച്ചപ്പെട്ട് മുന്നോട്ട് വരികയാണ്. നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന സ്നേഹവും സന്തോഷവും കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഷിക്കാഗോ കത്തീഡ്രലിലെ ട്രസ്റ്റീസും അതിൻ്റെ ഭാരവാഹികളുമാണ്. അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ രജത ജൂബിലി കൺവെൻഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ബോബി, എങ്ങനെ പോകുന്നു ഇപ്രാവശ്യത്തെ ഒരു കൺവെൻഷൻ്റെ കാര്യങ്ങൾ? ഗംഭീരമായിട്ട് പോകുന്നു. നമ്മൾ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതാണ്ട് 3300ഓളം അറ്റൻഡീസ് ഇവിടെ ഉണ്ട്. 2 വർഷമായിട്ട് തുടങ്ങിയ ഒരുക്കങ്ങളാണ്. അതിന് പല കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു. എല്ലാവരും സജീവമായിട്ട് 2 വർഷമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നടന്നു വരികയായിരുന്നു. അപ്പോൾ എല്ലാം എന്നാ പറഞ്ഞാൽ അതിൻ്റെ എൻഡിലെത്തിയ സ്ഥിതിക്ക് നല്ല ഭംഗിയായിട്ട് വരുന്നു. ജനപ്രതിനിധി നാട്ടിൽ നിന്ന് പിതാക്കന്മാർ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള പിതാക്കന്മാർ എല്ലാവരും തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ. ജൂബിലി കൺവീനറായ മോൺസിഞ്ഞോർ ജോൺ മേലേപ്പുറമാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെ പോകുന്നു ജൂബിലി? അമേരിക്കയിൽ നടന്നിട്ടുള്ള കൺവെൻഷൻ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ടുള്ള കൺവെൻഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ അമേരിക്ക എല്ലാ കൺവെൻഷനും പങ്കെടുത്തിട്ടുണ്ട്. 99 മുതൽ 2026 വരെയുള്ള കൺവെൻഷൻ എല്ലാത്തിലും പങ്കെടുത്തു. 8 കൺവെൻഷൻ പങ്കെടുത്താണ് ഞാൻ. ജൂബിലി നടത്താൻ വേണ്ടിയിട്ട് എന്നെയാണ് ഒരു ചെയർമാൻ പൊസിഷനിലേക്ക് പിതാവ് അപ്പോയിന്റ് ചെയ്തത്. അങ്ങനെ അത് നടന്നത് ഒരു വർഷത്തെ ഒരു ജൂബിലി ആഘോഷമായിരുന്നു നമ്മൾ ഈ സീറോ മലബാർ സഭ ഇവിടെ സംഘടിപ്പിച്ചത്. So let us, with faith in the Lord, leaving behind any fear or trepidation, leaving behind any vestige of insularity, put out into the deep, look in autumn. Let us together be a beacon of light to the nations in this land of our adoption. As the chairman of the subcommittee for Ancient Pacific Island Affairs, I greet you in the name of the Lord Jesus. I am grateful to Bishop Joy as well as to George Valiato for the invitation to join you as you celebrate the Silver Jubilee and the foundation of your effort. വളരെ അധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ചെറിയ ഒരു സീറോ മലബാർ ചർച്ച് ഇത്രയും 3000-ലധികം ആൾക്കാർ ഇവിടെ വന്ന് ഈ കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്യാൻ കാണാൻ തന്നെ ഒരു പൂരം തന്നെയാണ്. സീറോ മലബാറിന്റെ ജൂബിലിക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. നന്നായിട്ട് പോകുന്നത്. ആക്ച്വലി കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവങ്ങളാണ്. ഇതാണ് ഒത്തിരി ടോക്സ് ഉണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റിയ ടോക്ക് ഉണ്ട്. അതുപോലെ നമ്മൾ ഒത്തിരി മീറ്റ് ചെയ്യാനും ലൈക്ക് നെറ്റ്വർക്ക് ചെയ്യാനും സീറോ ബിസിനസ് കണക്റ്റും അതുപോലെ കുറെ പരിപാടികൾ. I think it's a great opportunity for everyone to meet and connect, especially from all over the country, other people of the Syro Malabar community. I mean, if all of us are here, it also shows like how much our church has grown in 25 years. It started as a small church in the 80s, and now like 3,000 people are here to celebrate our Syro Malabar Jubilee Convention. ടേസ്റ്റ് ഓഫ് കേരള അമേരിക്കൻ ലൈഫ് സ്റ്റൈലിന് ഒരിടവേള. रात भर
ഞാൻ ആദ്യമായിട്ടാണ് ഈ കൺവെൻഷൻ വരുന്നത് ഇവിടെ. അപ്പം എല്ലാം വളരെ നന്നായിരിക്കുന്നു. ധാരാളം ആൾക്കാരെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. It's very fun. We're meeting a lot of new people, getting to know old friends, new friends. Yes, we're meeting a lot of people, like she said, and we're joining seminars and we're practicing our dance. And we have a dance competition as well, so it's been really fun. Yeah, I really liked the schedule that they made. I've been checking the app every morning, and I thought about going to confession yesterday, but I'm going to go tomorrow, and Qurbana as well. Yeah. Oh, am I I'm really loving convention. It's so great meeting all these new people. Yeah, that's my favorite part. എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെ കാര്യമായിട്ട് തന്നെ എൻജോയ് ചെയ്തുണ്ട്. 100%. ഈ കൺവെൻഷൻ വളരെ ഗംഭീരമായിരുന്നു. 2001 കൺവെൻഷനെക്കാട്ടും അടിപൊളി പ്രോഗ്രാമും വളരെ ആൾക്കാരും എല്ലാം വളരെ ഗംഭീരമായിരുന്നു. തന്നെയല്ല, ഞങ്ങൾക്ക് ബിഷപ്പിന്റെ 1ാമത്തെ ഓർഡിനേഷനും അതുപോലെ തന്നെ ബിഷപ്പിന്റെ 25th ആനിവേഴ്സറി വളരെ ഗംഭീരമായി പങ്കെടുക്കാൻ പറ്റിയതിനെ ഓർത്ത് വളരെ സന്തോഷമുണ്ട്. I'm just happy to be here. It's a great event. Great to see our community come together. അടിപൊളി, തകർത്ത് വിടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയ ക്രൗഡ്. രണ്ട് ജൂബിലി ഒന്നിച്ച് ആഘോഷിക്കുന്നുള്ള സത്യമാണ്. അതിൽ ഞാൻ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. വളരെ ആവേശത്തോടും ആനന്ദത്തോടും കൂടിയിട്ടാണ് ഈ ജൂബിലി കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. I think we have more youth than actually the older generation, so we're very grateful. Look behind me. We have these amazing men. Of course, it is a great opportunity, and it is so happy to participate in. കഴിഞ്ഞ 25 വർഷക്കാലത്ത് ആയിട്ട് രൂപതയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് കൺവെൻഷൻ്റെ ഭാഗമായി ട്രസ്റ്റുമാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വേദി ഇവിടെയുണ്ട്. തീർച്ചയായും വളരെ നല്ല ഒരു സംഗമ വേദിയാണത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഫിലഡൽഫിയയിൽ നിന്ന് വിമൻസ് ഫോറത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഞാൻ പ്രസിഡന്റ് ആണ്. ഞങ്ങൾ എല്ലാവരും മെമ്പേഴ്സ് ആണ്. 30 വർഷമായി ഓൾമോസ്റ്റ് അമേരിക്ക വന്നിട്ട്. ഞാൻ ആദ്യത്തെ കൺവെൻഷനാണ് എൻ്റെ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. I value this experience gratefully and also appreciate the opportunity to have attended. നമ്മുടെ ജൂബിലി കൺവെൻഷൻ നല്ല മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3000-ൽ കൂടുതൽ ആൾക്കാർ കൺവെൻഷന് ഓൾറെഡി വന്നു കഴിഞ്ഞു. We try for our best. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒരു ടോപ്പായിട്ടുള്ള സർവീസ് കൊടുക്കാൻ സാധിച്ചെന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ജൂബിലി കൺവെൻഷൻ ഞങ്ങളുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ആദ്യത്തെ കൺവെൻഷനാണ് 1999 ഫിലഡൽഫിയ. ഈ ജൂബിലി കൺവെൻഷൻ വളരെ ഗംഭീരമായി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 25ാമത്തെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനും അതിലൊരു സ്പോൺസറായി നിലകൊള്ളാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജൂബിലി അടിപൊളി, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. ഇത്രയും നല്ലൊരു എന്താ പറയാ കൺവെൻഷൻ നടക്കുമെന്ന് തുടങ്ങുമ്പോൾ നമ്മൾക്കൊരു മനസ്സിലൊരു ഉത്കണ്ഠയുണ്ട്. ഈ കൺവെൻഷന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് ചോദിച്ചാൽ പൊസഷൻ വാസ് ദ ഹൈയസ്റ്റ്. For me, I think the one item, all of them were very good, but one item, if you am to pick one, would be the procession, because it combined in a very unique and authentic way. ഷിക്കാഗോ സീറോ മലബാർ സെയിൻറ്റ് തോമസ് രൂപതയുടെ ജൂബിലിയാണ്. അത് 25 വർഷത്തെ ജൂബിലി കൺവെൻഷനോടുകൂടി ഇവിടെ പര്യവസാനിക്കുകയാണ്. അമേരിക്കയിലുള്ള സീറോ മലബാർ വിശ്വാസികൾ 3000-ലധികം പേര് ഇവിടെ ഒരുമിച്ച് ചേരുന്ന ഈ ഒരു കൺവെൻഷൻ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും മാതാപിതാക്കളും വൈദികരും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ ജൂബിലി കൺവെൻഷൻ ഒരു വലിയൊരു അനുഭവമായിരുന്നു.
ഡയസിസിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ കൺവെൻഷൻ എല്ലാം കൊണ്ടും ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും അറേഞ്ച്മെൻറ്റും കൊണ്ടും ഇവൻ്റ് കൊണ്ടും കുഡോസ് ടു കടുകപ്പള്ളി അച്ഛൻ ആൻഡ് ടീം. ഇതൊരു മലയാളി ഒരു കമ്മ്യൂണിറ്റി, നമുക്ക് നമ്മുടെ രക്തത്തിലൊരു ഒരു ഒരു സന്ദേശമുണ്ട്. അത് ദൈവവുമായിട്ടൊരു കണക്റ്റഡ് ആണ്. ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതമാണ് ദൈവത്തിനെ അടുപ്പിക്കാൻ പറ്റുക. അത് പിതാവൊക്കെയാണ് ശരിക്കും കൂടുതൽ പറയേണ്ടത്. ഒരു 100ഓളം ഫാമിലി നമ്മുടെ സീറോ മലബാർ മെമ്പേഴ്സ് ഞങ്ങളുടെ കൂടെ ചെണ്ട വായിച്ചതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന് വാസ്തവത്തിൽ ഈ കൺവെൻഷനെ പൊലിപ്പിക്കാനായിട്ട് സ്റ്റീഫൻ്റെയും അതുപോലെ തന്നെ ജയറാമിൻ്റെയും സാന്നിധ്യം സഹായിച്ചു. അതുപോലെ അവരുടെ കഴിവ് അതിലവിടെ തെളിയിക്കുകയും ചെയ്തു. ഇതൊരു വലിയ ഒരു അത്ഭുതവും വിസ്മയവുമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ ഒരു കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കൺവെൻഷൻ ഇപ്പോൾ രണ്ടാമത് ഇവിടെ അരങ്ങേറുന്നത്. കൺവെൻഷന്റെ സെക്രട്ടറി എന്ന പേരിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ ഇടവകളിലുമുള്ള റെപ്രസെൻറ്റേറ്റീവുകളായിട്ടും നമ്മുടെ കത്തീഡ്രലിലെ ആൾക്കാരുമായിട്ടും വർക്ക് ചെയ്യാനുള്ള സാധിച്ചു. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് ഇന്നിവിടെ കണ്ട ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള കൺവെൻഷൻ. Kudos to all who worked tirelessly behind the leadership of Bishop Mar Joey Alapad, Father Thomas Kargapalil, and Jubilee Chair Jos Chamakala. We are honored to welcome Padmasri Jairam Sir, Music Master Stephen Davison, Viju Narayanan, and many other renowned artists. സീറോ മലബാർ സഭയുടെ ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അതിൻ്റെ തുടക്ക ദിവസത്തിൽ ഇവിടുത്തെ തന്നെ ഏകദേശം 150ഓളം കലാകാരന്മാരോടൊപ്പം ഇതേ വേദിയിൽ നിന്ന് ചെണ്ട കൊട്ടുവാനുള്ള ഭാഗ്യമുണ്ടായി. അതും ലീഡ് ചെയ്ത സ്റ്റീഫൻ ദേവസിയോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്നത് പുണ്യം, സന്തോഷം, മഹാഭാഗ്യങ്ങളൊന്നാണ്. നമുക്ക് പാർവതി ചേച്ചിനെ സ്റ്റേജിലോട്ട് വിളിക്കണ്ട. സീറോ മലബാർ സഭയുടെ ഈ കൺവെൻഷൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് നടക്കുന്നു. അതിൻ്റെ ഒരു പാർട്ടാവിനെ പറ്റി സന്തോഷമുണ്ട്. തിരിച്ചും ഷിക്കാഗോയിൽ വന്ന് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. എനിക്ക് അങ്ങനെ ഇവരെ പോലെ സംസാരിക്കാനൊന്നും അറിയില്ല, എന്നാലും സോ ഹാപ്പി ടു ബി ഹിയർ. ഷിക്കാഗോ സീറോ മലബാർ ഡയസിസ് കൺവെൻഷൻ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ടേസ്റ്റ് ഓഫ് കേരള അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ദിസ് ഇസ് വിറ്റ മാത്യു ഫ്രം ലോസ് ആഞ്ചലസ് സൈനിങ് ഓഫ്.